നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് സ്വാഗതം. ഇവർക്കും പ്രഭാത വന്ദനം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമ. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ മോക്ഷമാർഗത്തെ, മുക്തിമാർഗത്തെ പറ്റിയാണ് കവി പറഞ്ഞെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന അടുത്ത വരികളിൽ പറയുന്നത് കർമ്മത്തെ പറ്റിയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. ഈ രണ്ട് വരിയിൽ വളരെ വിപുലമായ അർത്ഥങ്ങളടങ്ങിയ വരികളാണ്. കർമ്മമാണ് സംസാര കാരണമെന്നും നമ്മയെല്ലാം അത് ബന്ധിച്ചിരിക്കുകയാണെന്നും ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പരമാർത്ഥം അർജുനന് ഉപദേശിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ 3-ാം അധ്യായമായ കർമ്മകാണ്ഡത്തിൽ, കർമ്മയോഗത്തിൽ അർജുനനോട് കർമ്മയോഗമെന്ന 3-ാം അധ്യായത്തിൻ്റെ 9-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ലോകോയം കർമ്മബന്ധന എന്നാണ്. ലോകോയം കർമ്മബന്ധന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നത് താൻ ചെയ്ത കർമ്മഫലമാണ്. അത് മുൻജന്മത്തിലെ കർമ്മമാവാം, ഈ ജന്മത്തിലേതുമാകാം. കർമ്മം ചെയ്യാതിരിക്കാനും വയ്യ, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കാനും വയ്യ. കർമ്മം ചെയ്യുക എന്നാൽ ബ്രഹ്മത്തിന് പോലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു ബന്ധനമാണത്രേ. ഇപ്രകാരം ഓരോ ജന്മത്തിലും ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ജന്മങ്ങൾ അവസാനിക്കാതെ ഒരു ചക്രമായി ചുറ്റിത്തിരിയുന്നു. അതാണ് സംസാര ചക്രം എന്ന കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ കവി ഉദ്ദേശിച്ച സംസാര ചക്രം എന്ന് പറഞ്ഞത്. ഇങ്ങനെ വീണ്ടും ജനിക്കുന്നു, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു, അത് അവസാനിക്കാതെ വീണ്ടും അടുത്ത ജന്മം വരുന്നു. ഒരു കാലചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭജഗോവിന്ദം എന്ന കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ജനന മരണ ചക്രത്തെ തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് ഇനി ഒരിക്കൽ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മത്തിന് പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കർമ്മവുമായി അത്രയും ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം കടന്നു പോകുന്നു. ഇവിടെ ഞാൻ എൻ്റെ പൂജനീയ ഗുരുവിൻ്റെ വരികൾ ആണ് ഓർത്തു പോകുന്നത്. കർമ്മത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കർമ്മങ്ങൾ കൊണ്ടുതാൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ, കടമകൾ ചെയ്യാത്ത മർത്യനു പിന്നെയും കടമാണ് കടമയെന്നോർമ്മ വേണം. കർമ്മത്തിനെ പറ്റി ഇത്രയും ലളിതമായ വരികൾ വേറെന്തുണ്ട്? മനോഹരമല്ലേ? ആ 4 വരികളിൽ എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം, ഗീതയിൽ ഭഗവാൻ പറഞ്ഞതെല്ലാം ഈ 4 വരികളിൽ തന്നെയുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം, ശുഭസുദിനം. ആരും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശുഭസുദിനം.